has been assassinated at Sri Perumbudur in the outskirts of Madras city at 10:20 this evening in a bomb explosion. No terrorist outfit has claimed responsibility as yet, and government reaction on this devastating incident is eagerly awaited. The whole nation is in a grip of shock. We have got a requisition from CBI headquarters to send a team to SIT Madras regarding Rajiv Gandhi assassination. I was expecting, sir. My boys are ready to move at any time. Whom are you sending as the team commander? I think Major Shivaram is the one to handle such a sensitive operation. Right. Send him immediately. Sir, ചെറിയൊരു പ്രശ്നമുണ്ട്. What? സർ, അയാൾ ലീവിലാണ്. So what? Call him back. അത് അയാളിപ്പോ എവിടെയുണ്ടെന്ന് ആക്ച്വലി ഡോണ്ട് നോ, സർ. What do you mean? സർ, ഹീസ് എ ക്രേസി ഡ്രൈവർ. From Delhi to Kerala. അയാൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയിരിക്കുകയാണ്. എനിവേ, അയാൾ എവിടെയാണെങ്കിലും ഐ വിൽ ഗെറ്റ് ഹിം ബാക്ക്, സർ. ഇൻ ദ മീൻ ടൈം ഞാൻ അയാളുടെ ടീമിനെ ദീപകിന്റെ അണ്ടറിലേക്കാം, സർ. ശിവസാറില്ലെങ്കിൽ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ. ശിവസാർ എത്തിയിരിക്കും മോനെ. ഉണ്ടാപിരുതല്ലേടാ, വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ചെയ്യടാ. പൈസ കൊടുത്തിട്ട് പോയാൽ മതിയടാ. വിജയ് സാബ് എങ്ങനെയായാലും പിടിച്ചിരിക്കും. അപ്പൊ സാറിന് ഇപ്രാവശ്യം നാട്ടിൽ കാണാൻ പറ്റില്ലായിരിക്കും. अबे जब साहब वापस आएगा ना, ये बात बोल के उसको छेड़ना मत. पिछले बार मिल गए ना तुम लोगों को. ഓ സിൻസിയർ സിൻസിയർ സാബിന്റെ ഒരു സിൻസിയർ വാല. ഇവിടുത്തെ ദക്ഷിണ വെച്ചിട്ട് പയ്യങ്ങ് പോയാൽ മതി എല്ലാവരും. കുറെ നേരമായല്ലോ. ഓക്സിജൻ കൊടുത്താൽ മക്കളെ ഈ ആംബുലൻസെങ്കിലും ഒന്ന് കടത്തി പോയാലുള്ളതാ. എന്തായാലും ശിവസാർ ഉള്ളപ്പോ ഓപ്പറേഷൻ സ്പിരിറ്റ് ഒന്ന് വേറെ തന്നെ. സാബൊന്ന് അറിഞ്ഞാൽ മതി, പറന്നെത്തൂടാ. അത് ശരിയാ. ചങ്കൂറ്റുള്ളവരുണ്ടെങ്കിൽ വാടാ. ഹലോ, എന്താടോ ശിവസാറില്ലാതെ ഒരു ഓപ്പറേഷൻ പോകാൻ നിനക്കും ധൈര്യമില്ലേ? അങ്ങനെയല്ല സാർ, ഓപ്പറേഷൻ ശിവസാർ ഞങ്ങളുടെ മുന്നിൽ ഒരു കോട്ട പോലെ നിൽക്കും, അതുകൊണ്ട് പറഞ്ഞതാ. I'm Major Shivaram, Black Cat Commando. Where is he now? സർ, അയാളുടെ റെസിഡൻസ് നമ്പർ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. എനിവേ, ഹി മൈറ്റ് റീച്ച് അറ്റ് എനി ടൈം. സർ, സോറി സർ. സാർ ആരാണെന്നറിയാതെ. സാറേ, ഈ പോലീസ് യൂണിഫോം ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ സ്വന്തം സേവിങ്സിന് മാത്രമുള്ളതല്ല. ഇവിടുത്തെ ജനങ്ങള് റോഡ് ടാക്സും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ തരുന്നത് റോഡ് പണിയാനും പാലം പണിയാനും ഒക്കെയാണ്, അല്ലാതെ ലോകാവസാനം വരെ അവരെ ടോള് പിരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനല്ല. എന്നോട് ക്ഷമിക്കണം സർ. വിദേശത്തൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് അവരുടെ അമ്മമാര് പറഞ്ഞുകൊടുക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് അംഗങ്ങളെ വിളിക്കണം. ഇവിടെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ പേടിപ്പിക്കാനാ പോലീസിന്റെ പേര് ഉപയോഗിക്കുന്നത്. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. എന്താ പേര്? സജിത്ത്. ഓക്കെ സേ. ഓക്കെ. ഓ, വരവ് വെച്ചിരിക്കണം. ഇത് തമിഴ്നാട്ടിൽ കേറിയപ്പോഴാണോ അതോ അതിനു മുമ്പാണോ? അച്ഛനെങ്ങനെ മനസ്സിലായി? മഴ പെയ്യുമ്പോ നനയാതെ അതിന്റെ ഇടയിൽ കൂടി വരാൻ പറ്റുമോ? ഞാനും പട്ടാളത്തിൽ നിന്ന് തന്നെയാ റിട്ടയർഡ് ആയത്. ബോഡിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ? ഏയ്, ചില്ല് തെറിച്ച് നെറ്റി ഒന്ന് മുറിഞ്ഞു. നിന്റെ ബോഡിയുടെ കാര്യമല്ല, വണ്ടിയുടെ ബോഡിയുടെ കാര്യ. ഇൻഷുറൻസ് ഒക്കെ പക്കല്ലേ? പെർഫെക്റ്റ്. പക്കല്ലേ? പക്ക. ഈ അച്ഛൻ ഇപ്പോഴും പഴയ പിശുക്കേശ് മുഖർജി തന്നെ. അവൻ വന്നു. മോനെ, എന്റെ മോനെ, എന്റെ കുട്ടി, നീ ഒരാഴ്ചയായില്ലേ ഡൽഹിയിൽ നിന്ന് പോന്നിട്ട്? അമ്മ, ഞാൻ വണ്ടി ഓടിച്ചു വന്നതല്ലേ. ഇതെന്താ നെറ്റിയില്? ഒരു ഗ്ലാസിന്റെ പീസ് തെറിച്ചു വീണതാ, സാരമില്ല. നെറ്റിയിലെ ബാനർ മാത്രല്ല, വണ്ടിക്ക് ഉണ്ട് പോറല്. ശിവേട്ട, ഇതെന്തു പറ്റിയതാ?
ഒരു ബോംബ് പൊട്ടിയതാ എന്താ? ഇടി ഒന്നുമില്ല, വരുന്ന വഴി ഒരു ബഹളത്തിൽ ചെന്ന് പെട്ടതാ. രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടില്ലമ്മേ. ആളുകൾ ആകെ വയലന്റാ. ഞാനൊരു കണക്ക് രക്ഷപ്പെട്ട് വന്നതല്ലേ നിന്നെ കാണാൻ. ഇവിടെ എല്ലാരും തീ തിന്നായിരുന്നു. ഒന്ന് വിളിക്കാറുന്നില്ലേ ശിവേട്ട? എന്തിനാ വെറുതെ ടെൻഷൻ എടുപ്പിക്കാനോ? ഗുരുവായൂരപ്പൻ തുടച്ചു. എന്റെ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ. എനിക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്കേ. വാ. വാ. ഇൻഷുറൻസ് ഒക്കെ കിട്ടാവോ? വന്നല്ലോ. അത് പോട്ടെ, ഇന്ന് അടിച്ചു പൊളിക്കാം. ആ ഇരിക്കെ. ഇതാ മീൻകാരൻ മണിയപ്പന്റെ കൂവലല്ലേ? അല്ലച്ചാ, ശിവേട്ടൻ ലീവിന് വരുമ്പോ മാത്രം കേൾക്കുന്ന കൂവല. അനിതേ മതി മതി, ചൊറിയല്ലേ. ഓ അതാ മോഹന്ന. ഇവന്റെ വണ്ടി കണ്ടിട്ടുണ്ടാവും. അതൊരു പാവ. പാവ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവനെ കുന്നിന്റെ മേലെ കൊണ്ടുപോയി തെങ്ങിൻ കള്ള് കുടിപ്പിച്ചവനാ. അന്ന് ഞാൻ ഒരെണ്ണം കൊടുത്തു. പിന്നെ ഇന്നു വരെ അവൻ എന്റെ നേരെ വന്നിട്ടില്ല. പോടാ അവിടുന്ന്. ആ ഇനി ഇപ്പൊ അവന്റെ കൂടെ ഊര് ചുറ്റാൻ നടക്കണ്ട. അച്ഛൻ എന്താ ഈ പറയുന്നേ? ലീവിന് വരുമ്പോ കൂട്ടുകാരോടൊന്നും മിണ്ടരുതെന്നാണോ? ഈ മോഹൻ എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതാ. അച്ഛൻ തരുന്ന 19 രൂപ പൈസ വസൂലിക്ക് മാത്രമേ തികഞ്ഞിട്ടുള്ളൂ. അവൻ പറയണത് ശരിയാ. നിനക്ക് മതിയോ മോനെ? മതിയമ്മേ. അവൻ ഇപ്പഴും ലീവില് വന്ന നാട്ടുകാരെയും കൂട്ടുകാരെയും കാണണം. എന്താ തന്തപ്പൊട്ടാളുണ്ടാ? പെട്ടെന്ന് വാ, ആൾത്തറെ കാണാ. ചൂടാത്ത പൂകളോ ആ വട കിടക്കട്ടെ. അപ്പൊ കിട്ടിയ ചെത്ത് കഴിഞ്ഞ് വേർത്തിരിക്കടാ. ഓ നീ മാത്രം ഒരു വേർപ്പൊഴുക്കാരൻ. ഞാനും നല്ലോണം വേർപ്പൊഴുക്കാടാ പണിയെടുക്കുന്നേ. അത് മാത്രമല്ല, നിന്റെ വേർപ്പൊഴുക്കിയ ഒരുപാട് ചാപ്പാട് ഞാൻ കഴിച്ചിട്ടില്ലടേ. ഒന്ന് പോടാ. മേജർ ശിവരാമൻ എടാന്ന് വിളിക്കാൻ മാത്രം ആയോടാ നീ? ഇല്ല ക്ഷമിക്കണം. ഇല്ല വിളിക്കൂല. എന്നാ വിളിക്കണം ഒന്നൂടെ. വിളിക്കൂല. എടാ വിളിക്കണം ഒന്നൂടെ. വിളിക്കൂല. എടാ വിളിക്കണം ഒന്നൂടെ. വിളിക്കൂല. എടാ വിളിക്കൂ. വേണ്ടടാ. താങ്ക് യു. എടാ ആ രാജീവ് അതിനെ കൊന്നത് വലിയ കഷ്ടമായി പോയിട്ടാ. ഇവിടെയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. നമ്മുടെ പട്ടാമ്പലമില്ലേ, അവന്റെ കാറൊക്കെ തല്ലി പൊളിച്ച് അവന് പാശത്തിൽ കിടക്കേ. അവൻ അങ്ങനെ തന്നെ വേണം. നീ എന്റെ കാർ കണ്ടോ? അടിച്ചു പൊളിച്ചു കളഞ്ഞില്ലേ? തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ എന്തായിരുന്നു ബഹളം. നിന്റെ ഭാഗ്യം കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ ഭാഗ്യം. നിനക്കിത് കൊണ്ട് തരാൻ. പിന്നെ നിനക്കെന്തൊക്കെ എന്റെ വിശേഷം? ഓ എനിക്കെന്ത് വിശേഷം. കഴിഞ്ഞ ഒരാഴ്ച കോണായിട്ട് തെങ്ങ ചെത്താൻ കയറുക. വല്ല കാറ്റുള്ളതിന്റെ പേരില് തെങ്ങയിലിരുന്ന് ഉറങ്ങിപ്പോയി. പിന്നെ കഷ്ടകാലത്ത് വീഴാൻ നേരത്ത് പിടിച്ചത് ഒരോണക്കോലയമ്മ. പിന്നെ എന്റെ ഭാഗ്യത്തിന് വീണതൊരു പാറക്കല്ലുമായിരുന്നു. അതുകൊണ്ട് 5-6 മാസം സർക്കാർ ഫുഡായിരുന്നു.